പൗരോഹിത്യത്തിന്റെ ഔന്നത്യത്തിലും പാവപ്പെട്ടവന്റെ കണ്ണീര് കണ്ട ഇടയൻ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ വേദനകൾക്കൊപ്പം ധീരമായ നിലപാടെടുത്ത മനുഷ്യസ്നേഹി, മാനവികതയുടെ അലിവും സ്നേഹത്തിന്റെ ആർദ്രതയും കൊണ്ട് മനുഷ്യ മത്സരങ്ങൾക്കിടയിൽ സമാധാനത്തിന്റെ പാലം പണിയാൻ ശ്രമിച്ച മരപ്പണിക്കാരൻ, നസ്രത്തിലെ ജോസഫിനെ പോലെ പോപ്പ് ഫ്രാൻസിസ് ഇനി നിത്യതയിലാണ്. കത്തോലിക്ക സഭാ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട. ഇന്ത്യൻ സമയം 11 മണിയോടെയായിരുന്നു വത്തിക്കാനിലെ സാന്താ മാർത്ത വസതിയിൽ അന്ത്യം. സംസ്കാര ചടങ്ങുകൾ, അതിന്റെ വിശദാംശങ്ങൾ വത്തിക്കാൻ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. സരുൺ എ ജോസ് ഉണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി. സരുൺ, ഇക്കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം പോപ്പ് ഫ്രാൻസിസിനെ ലോക നേതാക്കൾ, മത നേതാക്കളൊക്കെയും ഓർമ്മിച്ചെടുക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ, അദ്ദേഹത്തിൻ്റെ നിലപാട്, അദ്ദേഹത്തിൻ്റെ ആദർശം, ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ സേവനം, സഭയ്ക്കും ലോകത്തിനാകെയും അദ്ദേഹം നൽകിയ സംഭാവനകളൊക്കെയും. ഇനി അദ്ദേഹത്തിൻ്റെ സംസ്കാര ശുശ്രൂഷകളെ പറ്റി അറിയേണ്ടതുണ്ട്. അടുത്ത പോപ്പിൻ്റെ തിരഞ്ഞെടുപ്പിനെ പറ്റിയൊക്കെയും കൂടുതൽ വിവരങ്ങൾ വത്തിക്കാനിൽ നിന്ന് പുറത്തു വരേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ലഭിക്കുന്ന സൂചനകൾ? ഗോകുൽ, വത്തിക്കാൻ സമയം ഇന്ന് രാവിലെ 7:35 ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തോട് വിട പറഞ്ഞത്. ഇന്നലെ വത്തിക്കാനും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും അവിടെ സെന്റ് പീറ്റേഴ്സ് ചത്തുരവുമെല്ലാം ഇന്നലെ ഈസ്റ്റർ ദിനത്തിൽ മാർപ്പാപ്പയെ കണ്ട സന്തോഷത്തിലായിരുന്നു. എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ വിടവാങ്ങിയിരിക്കുന്നു. അദ്ദേഹം ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ മാത്രമല്ല, റോമ രൂപതയുടെ ബിഷപ്പാണ്, വത്തിക്കാൻ എന്ന രാജ്യത്തിൻ്റെ ഭരണാധിപനുമാണ്. അങ്ങനെ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ലോകം വിട നൽകുകയാണ്. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ച വിവരങ്ങൾ വത്തിക്കാൻ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. കാരണം സാധാരണ മാർപ്പാപ്പമാർ വിട പറയുമ്പോൾ, അന്തരിക്കുമ്പോൾ സഭയ്ക്ക് നിയതമായ ഒരു സംസ്കാര ശുശ്രൂഷ ചടങ്ങ്, ആരാധനാക്രമം ഉണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷം ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ വിശ്വസ്തരോടും അതുപോലെ തന്നെ കർദിനാൾ സംഘത്തിൻ്റെ തലവരോടും ഉൾപ്പെടെ തൻ്റെ സംസ്കാര ശുശ്രൂഷകൾ ലളിതമായിരിക്കണമെന്നും അതിനുള്ള നിർദ്ദേശങ്ങളും ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയിരുന്നു. ഇത് സംബന്ധിച്ചുള്ള ആരാധനാക്രമത്തിന് ഫ്രാൻസിസ് മാർപ്പാപ്പ അംഗീകാരം നൽകുകയും ചെയ്തു. ഇതിൻ്റെ വിശദാംശങ്ങൾ വത്തിക്കാൻ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും ലളിതമായ ചടങ്ങുകളോടെ വേണം തൻ്റെ സംസ്കാര ശുശ്രൂഷകളെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നിർദ്ദേശിച്ചിട്ടുള്ളത്. സാധാരണയായി മാർപ്പാപ്പമാർ മരിക്കുന്ന സമയത്ത് അവരുടെ ശവ സംസ്കാരം നടക്കുക വളരെ വിപുലമായ ചടങ്ങുകളോടെയാണ്. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സംസ്കാര ശുശ്രൂഷയായിരിക്കും നടക്കുക. എന്നാൽ തൻ്റെ ശവപ്പെട്ടി പോലും അതിന് പോലും ലാളിത്യം ഉണ്ടാകണമെന്ന നിർദ്ദേശമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയിരിക്കുന്നത്. സാധാരണയായി സൈപ്രസ് മരത്തിൻ്റെയും ഓക്കുമരത്തിൻ്റെയും ഒക്കെ കൊണ്ടാണ് ഈ മാർപ്പാപ്പമാരുടെ ശവപ്പെട്ടി നിർമ്മിക്കുന്നത്. പക്ഷേ തൻ്റെ ശവപ്പെട്ടി ഒരു സാധാരണ മരം കൊണ്ടുണ്ടാക്കിയ ശവപ്പെട്ടി മാത്രം ആയിരിക്കാൻ പാടൂ എന്നാണ് മാർപ്പാപ്പ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ഉള്ള ഈ സംസ്കാര ശുശ്രൂഷകളും ഏറെ ലളിതമായിരിക്കണമെന്ന നിർദ്ദേശം ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയിട്ടുണ്ട്. എന്നാൽ വത്തിക്കാൻ ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. നിലവിലെ മാർപ്പാപ്പ അന്തരിക്കുകയോ അല്ലെങ്കിൽ രാജിവെക്കുകയോ ചെയ്യുമ്പോൾ വത്തിക്കാൻ്റെ ഭരണം ഏറ്റെടുക്കുക കോളേജ് ഓഫ് കാർഡിനൽസ് എന്ന് പറയുന്ന കർദിനാൾമാരുടെ സംഘമാണ്. ആ സംഘത്തെ നയിക്കുക ഡീൻ എന്നറിയപ്പെടുന്ന കർദിനാൾമാരിലെ മാർപ്പാപ്പ തിരഞ്ഞെടുക്കുന്ന ഒരു കർദിനാളാണ് ഈ സംഘത്തെ നയിക്കുക. ഇനി പോപ്പിൻ്റെ തെരഞ്ഞെടുപ്പ്, പുതിയ മാർപ്പാപ്പ ആരായിരിക്കണമെന്ന ചർച്ചകളും ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു നിലവിലെ ഭരണത്തിലിരിക്കുന്ന മാർപ്പാപ്പ മരിച്ചാൽ 2 ആഴ്ചയ്ക്കുള്ളിലോ അല്ലെങ്കിൽ 20 ദിവസത്തിനകം തന്നെ പേപ്പൽ കോൺക്ലേവ് ചേരും. അതിൻ്റെ നടപടിക്രമങ്ങൾക്ക് നേതൃത്വം വഹിക്കുക നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കോളേജ് ഓഫ് കാർഡിനൽസ്, അതിൻ്റെ തലവനായ ഡീനാണ്. ഏതായാലും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയോട് ചേർന്നുള്ള സിസ്റ്റൈൻ ചാപ്പലിലാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുക. അവിടെ ഏറെ രഹസ്യാത്മകമായിട്ടാണ് ഈ മാർപ്പാപ്പ ഈ പേപ്പൽ കോൺക്ലേവ് നടക്കുന്നത്. മൈക്കൽ ആഞ്ചലോയുടെ മനോഹരമായ കലാസൃഷ്ടിയുള്ള
ദേവാലയമാണ് സിസ്റ്റൈൻ ചാപ്പൽ. സിസ്റ്റൈൻ ചാപ്പലിലാണ് പരമ്പരാഗതമായി മാർപ്പാപ്പമാരെ തെരഞ്ഞെടുക്കുന്ന നടപടിക്രമങ്ങൾ നടക്കുന്നത്. 80 വയസ്സിൽ താഴെയുള്ള കർദിനാൾമാർക്കാണ് പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം. നിലവിൽ 135 കർദിനാൾമാർക്കാണ് വോട്ടവകാശമുള്ളത്. ഈ സിറോ മലബാർ സഭയിൽ കർദിനാളായ മാർ ജോർജ് ആലഞ്ചേരിക്ക് ഈ അടുത്താണ് 80 വയസ്സ് തികഞ്ഞത്. അതിനു മുമ്പ് വരെ അദ്ദേഹത്തിന് വോട്ടവകാശമുണ്ടായിരുന്നു. ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 80 വയസ്സ് കവിയാത്ത കർദിനാൾമാരാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുക. ചിലപ്പോൾ ഇത് ഈ വോട്ടെടുപ്പ് ദിവസങ്ങളോളം നീണ്ടു നിൽക്കാറുണ്ട്. അല്ലെങ്കിൽ വേഗം തന്നെ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കും. ഈ ആകെയുള്ള വോട്ടവകാശമുള്ള കർദിനാൾമാരിൽ 2/3 വോട്ട് ലഭിക്കുന്നതുവരെ ഈ സിസ്റ്റൈൻ ചാപ്പലിലെ കോൺക്ലേവിൽ വോട്ടെടുപ്പ് തുടരും. അങ്ങനെ 2/3 വോട്ട് ലഭിക്കുന്ന ആളാണ് പുതിയ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെടുക. സിസ്റ്റൈൻ ചാപ്പലിന്റെ ചിമ്മിനിയിൽ 60 അടി ഉയരമുള്ള ചിമ്മിനിയിൽ വെളുത്ത പുക കാണുമ്പോഴാണ് പുതിയ പാപ്പയെ ലഭിക്കുന്നതായി ലോകത്തിന് സൂചന ലഭിക്കുക. തുടർന്ന് കർദിനാൾ സംഘത്തിന്റെ തലവൻ ഡീൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിൽ നിന്ന് വിശ്വാസികളോട് വിളിച്ചു പറയും, ഹബേമൂസ് പാപ്പാം എന്നാണ് പറയുക. ഞങ്ങൾക്കൊരു പുതിയ പോപ്പിനെ ലഭിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നതോടെയാകും പുതിയ പോപ്പിനെ തെരഞ്ഞെടുത്തായുള്ള വിവരം വിശ്വാസ സമൂഹത്തിന് ലഭിക്കുക. ഗോകുൽ സർ, ഈ പോയ മണിക്കൂറുകളിലെല്ലാം അദ്ദേഹത്തിന്റെ സംഭാവനകളെ, അദ്ദേഹത്തിന്റെ നിലപാടുകളെ എങ്ങനെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ജീവിതം കൊണ്ട് അല്ലെങ്കിൽ ആത്മീയ ജീവിതം കൊണ്ടും സേവനം കൊണ്ടുമൊക്കെ വ്യത്യസ്തനായതെന്ന് നമ്മൾ ഓർത്തെടുക്കുകയുണ്ടായി. ഏറ്റവും ശ്രദ്ധേയമായ അദ്ദേഹത്തിൻ്റെ ഈ പോപ്പായുള്ള സഭാ അധ്യക്ഷനായുള്ള കാലഘട്ടത്തിലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ നിലപാടുകൾ നമ്മളൊന്ന് ഓർത്തെടുത്താൽ. ഗോകുൽ, സാധാരണഗതിയിൽ ആഗോള കത്തോലിക്ക സഭയുടെ അധ്യക്ഷന്മാർ അഥവാ മാർപ്പാപ്പമാർ പലപ്പോഴും വിമർശന വിധേയരാകുന്നത് അവരുടെ രാഷ്ട്രീയ പക്ഷപാതിത്വം കൊണ്ടാണ്. അതായത് ആ സമയത്ത് 1-ാം ലോക മഹായുദ്ധത്തിലും 2-ാം ലോക മഹായുദ്ധത്തിലും പിന്നീട് ശീതയുദ്ധ കാലത്തൊക്കെ നമ്മൾ ആ വിമർശനങ്ങൾ മാർപ്പാപ്പമാർക്ക് നേരെ ഉയരുന്നത് കണ്ടതാണ്. പക്ഷേ ഈ സമീപകാല മാർപ്പാപ്പമാരിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ പക്ഷപാതിത്വവും നമുക്ക് കാണാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എപ്പോഴും ഈ അരികവൽക്കരിക്കപ്പെട്ട ആളുകൾക്കൊപ്പമായിരുന്നു. അദ്ദേഹം ഫ്രാൻസിസ് എന്ന പേര് തെരഞ്ഞെടുത്തത് തന്നെ പാവങ്ങളുടെ വിശുദ്ധൻ എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് അസീസിയുടെ പേരിൽ നിന്നാണ് അദ്ദേഹം ഫ്രാൻസിസ് എന്ന പേര് തെരഞ്ഞെടുത്തത് തന്നെ. പിന്നീട് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വീകരിച്ച നിലപാടുകൾ അത് അഭയാർത്ഥി വിഷയത്തിലായാലും ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ വിഷയത്തിലായാലും സഭയിലെ വനിതകളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള കാര്യത്തിലായാലും അങ്ങനെ ക്രൈസ്തവ സഭ അതുവരെ അകറ്റി നിർത്തിയിരുന്ന വിഷയങ്ങളെല്ലാം തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ കാറ്റും വെളിച്ചവും കടക്കുന്ന രീതിയിൽ സഭയുടെ ജനലുകളും വാതിലുകളും തുറന്നിട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അങ്ങനെ എപ്പോഴും പാവപ്പെട്ട ജനതയ്ക്കൊപ്പം നിൽക്കുന്ന പാപ്പയായാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അറിയപ്പെട്ടത്. പാവങ്ങളുടെ പാപ്പ എന്ന് തന്നെ അദ്ദേഹം അറിയപ്പെട്ടു. ഇന്നലെ തന്നെ അദ്ദേഹം ഈസ്റ്റർ ദിന സന്ദേശം നൽകിയത് യുദ്ധം അവസാനിപ്പിക്കണം, ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കണം, സമാധാനത്തിന്റെ പാതയിലേക്ക് നീങ്ങണമെന്നാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ നിലപാടിന്റെ ഒരു ചെറിയ ഉദാഹരണം കൂടി ചൂണ്ടിക്കാട്ടാം. കാരണം 2023 ഒക്ടോബർ 24 മുതൽ ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടർന്നുകൊണ്ടേയിരുന്നു. അന്ന് മുതൽ ഇങ്ങോട്ട് അദ്ദേഹം ഗസയിൽ ഒരേ ഒരു കത്തോലിക്ക പള്ളി മാത്രമാണുള്ളത്. എല്ലാ ഞായറാഴ്ചയും ഫ്രാൻസിസ് മാർപ്പാപ്പ ആ ഗസയിലെ കത്തോലിക്ക പള്ളിയുടെ വികാരിയെ വിളിച്ച് അവിടുത്തെ ക്ഷേമം അന്വേഷിക്കും. അവിടെ ആളുകൾക്ക് ഭക്ഷണം ലഭിക്കുന്നുണ്ടോ, അത്തരം കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഫ്രാൻസിസ് മാർപ്പാപ്പ അന്വേഷിക്കുമായിരുന്നു. അത്രത്തോളം ഈ യുദ്ധങ്ങളെ അദ്ദേഹം എതിർത്തിരുന്നു. അതുപോലെ തന്നെ മനുഷ്യ സ്നേഹത്തിന് വേണ്ടിയും അദ്ദേഹം നിലകൊണ്ടു. അങ്ങനെ ഈ ഒരു സമീപകാല കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഇത്രത്തോളം മാറ്റങ്ങളും അതുപോലെ തന്നെ പരിഷ്കരണത്തിനും വേണ്ട നിലകൊണ്ട മറ്റൊരു മാർപ്പാപ്പയും ഉണ്ടായിട്ടില്ല. 2-ാം വത്തിക്കാൻ സുനഹദോസിന് ശേഷം സഭയിൽ ഇത്രത്തോളം ഈ തുറന്ന നിലപാടുകൾ സ്വീകരിച്ച മാർപ്പാപ്പയായാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം അർജന്റീനയിൽ ജനിച്ച ബ്യൂണസ് അയേഴ്സിൽ ജനിച്ച ആളായിരുന്നു. ഹോർഹെ മരിയോ ബെർഗോളിയോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. പിന്നീട് അദ്ദേഹം മാർപ്പാപ്പയായ ശേഷമാണ് ഈ ഫ്രാൻസിസ് എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചത്. ബ്യൂണസ് അയേഴ്സിൽ ജെസ്യൂട്ട് സഭ വൈദികനായ അദ്ദേഹം സാധാരണഗതിയിൽ ജെസ്യൂട്ട് സഭയിൽ നിന്ന് സഭയുടെ ഉന്നത പദവികൾ ആരും സ്വീകരിക്കാറില്ല. പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം ആദ്യം സഹായമെത്രാനായും പിന്നീട് ബിഷപ്പായും അതിനുശേഷം 98-ൽ ബ്യൂണസ് അയേഴ്സിന്റെ ആർച്ച് ബിഷപ്പായും ഉയർത്തപ്പെട്ടു. 2001-ലാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലത്ത് അദ്ദേഹം കർദിനാളായി ഉയർത്തപ്പെടുന്നത്. ഈ സമയത്തൊക്കെയും അദ്ദേഹം മാർപ്പാപ്പയായതിനു ശേഷം മാത്രമല്ല അദ്ദേഹത്തിന്റെ ജീവിതം,
ഈ രീതിയിൽ ലാളിത്യവും അതുപോലെ തന്നെ സഹാനുഭൂതിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു രീതി അദ്ദേഹം സ്വീകരിച്ചത്. ബ്യൂണസ് അയേഴ്സിന്റെ ആർച്ച് ബിഷപ്പായ മുതൽ അദ്ദേഹത്തിന്റെ ജീവിത രീതികളും ഒക്കെ തന്നെയും ലോകം ചർച്ച ചെയ്യപ്പെട്ടതാണ്. കത്തോലിക്ക രാജ്യമായ അർജന്റീനയിൽ അദ്ദേഹം ബ്യൂണസ് അയേഴ്സിൽ വലിയ മന്ദിരമാണ് ആർച്ച് ബിഷപ്പിന് നൽകാറുള്ളത്. പക്ഷെ അദ്ദേഹം അവിടെ നിന്ന് മാറി ഒരു ചെറിയ ക്വാർട്ടേഴ്സിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അവിടെ അദ്ദേഹം സ്വയം പാചകം ചെയ്തു. സാധാരണ ഗതാഗത സംവിധാനമാണ് അദ്ദേഹം അവിടെ ഉപയോഗിച്ചിരുന്നത്. റോമിലേക്കുള്ള യാത്ര പോലും അദ്ദേഹം ചുരുക്കിയിരുന്നു. കാരണം ഇത്തരം ചെലവുകൾ വഹിക്കേണ്ടതില്ല, വിശ്വാസികൾ അത്തരം ചെലവുകൾ വഹിക്കേണ്ടതില്ല എന്ന നിലപാടായിരുന്നു അദ്ദേഹത്തിന്. 2001 അദ്ദേഹം കർദിനാളാകുമ്പോൾ റോമിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് തൻ്റെ നാട്ടിൽ നിന്നും ആളുകളോട് വരേണ്ട എന്ന് അദ്ദേഹം നിർദ്ദേശം നൽകിയിരുന്നു. വിമാന ടിക്കറ്റിന് ഉപയോഗിക്കുന്ന പണം അത് പാവങ്ങൾക്ക് നൽകൂ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. കത്തോലിക്ക സഭയിൽ ഈ ആരാധനാ ക്രമങ്ങൾക്കടക്കം പരിഷ്കരണം വേണമെന്ന നിലപാടുകാരനായിരുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു പരിഷ്കരണവാദി, സഭയുടെ പരമാധികാരിയായി അല്ലെങ്കിൽ പരമാധ്യക്ഷ സ്ഥാനത്തിരിക്കുമ്പോൾ പോലും ഏറ്റവും പാവപ്പെട്ടവനെ പോലെ ജീവിക്കാൻ, ഏറ്റവും സാധാരണക്കാരനായ ഒറ്റപ്പെടുന്നവന്റെ വേദനകൾക്കൊപ്പം നിൽക്കാൻ ശ്രമിച്ച മനുഷ്യസ്നേഹിയാണ്. മാനവികതയുടെ തീരാനഷ്ടം കൂടിയാണ് ഈ നല്ലയുടെ വിടവാങ്ങൽ. തിരികെ എത്തും ചെറിയ ഇടവേളയ്ക്ക് ശേഷം. 123 ന്യൂസിലേക്ക് പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ വാർത്തയിലേക്ക് നമ്മൾ ഇടവേളയ്ക്ക് ശേഷം കടക്കുകയാണ്. വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. കാസർഗോഡ് കാലിക്കടവിൽ സംസ്ഥാനതല ആഘോഷങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ഘട്ടത്തിലും കേരളത്തെ കേന്ദ്രം സഹായിച്ചില്ലെന്നും കേന്ദ്രം അവഗണിക്കുമ്പോൾ സംസ്ഥാനത്തെ പ്രതിപക്ഷം അവർക്കൊപ്പം നിന്നെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. എന്നാൽ 5 പൈസ കയ്യിലില്ലാത്തപ്പോഴാണ് സർക്കാർ കോടികളുടെ മാമാങ്കം നടത്തുന്നത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ കുറ്റപ്പെടുത്തൽ. എല്ലാ പദ്ധതികളും നടപ്പാക്കി വാർഷികാഘോഷമെന്ന് പറഞ്ഞാണ് പ്രതിപക്ഷ വിമർശനങ്ങൾക്കുള്ള സർക്കാരിന്റെ പ്രതിരോധം. ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി സർക്കാരിന്റെ 9 വർഷത്തെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേള സന്ദർശിച്ചു. കേന്ദ്ര സർക്കാർ ഒരു ഘട്ടത്തിലും സഹായിച്ചില്ലെന്നും കേന്ദ്രത്തിന് നശീകരണ വികാരമെന്നും മുഖ്യമന്ത്രിയുടെ വിമർശനം. കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ കേരളത്തിന്റെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് അതിനെ എതിർക്കാൻ ബാധ്യതപ്പെട്ടവരാണ് കേരളത്തിലെ പ്രതിപക്ഷം. പക്ഷേ അവരും കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. കാഞ്ഞങ്ങാട് ബേക്കൽ ക്ലബ്ബിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികളുമായി മുഖ്യമന്ത്രി സംവദിച്ചു. നടക്കില്ലെന്ന് കരുതിയ പദ്ധതികൾ LDF സർക്കാർ യാഥാർത്ഥ്യമാക്കിയെന്ന് മുഖ്യമന്ത്രി. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടെയുള്ള ആഘോഷം ധൂർത്തെന്ന് ചൂണ്ടിക്കാട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന പ്രതിപക്ഷം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അങ്ങ് ദയവീത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഒരു പരിഹാസപാത്രമാണ്. അങ്ങ് ചെയ്യേണ്ടത് ഈ മാമാങ്കം നടത്തില്ല എന്ന് പ്രഖ്യാപിച്ച് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരത്തിലിരിക്കുന്ന പാവപ്പെട്ട ആശാവർക്കർമാർക്ക് ഈ പണം ഞങ്ങൾക്ക് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ നീക്കിവെച്ചുകൊണ്ട് ഞങ്ങൾ ആഘോഷങ്ങൾ ഉപേക്ഷിച്ചു എന്നും പറയാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ട്. കടം കയറി മുടിഞ്ഞ തറവാടിന്റെ കാരണവരാണ് പിണറായി വിജയൻ എന്ന UDF കൺവീനർ MM ഹസനും മാമാങ്കത്തിന് UDF കൂട്ടുനിൽക്കില്ല എന്ന് K മുരളീധരനും പ്രതികരിച്ചു. ആശാ വർക്കേഴ്സിന് 100 രൂപ കൂട്ടിക്കൊടുക്കാത്ത മുഖ്യമന്ത്രിയാണ് വാർഷികം ആഘോഷിക്കുന്നതെന്ന് BJPയും കുറ്റപ്പെടുത്തി. ആശാ വർക്കർ 232 രൂപയുടെ ശമ്പളമുള്ള ആശാ വർക്കേഴ്സ് 100 രൂപ ചോദിക്കുമ്പോൾ അത് തരില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് ഇന്ന് ആഘോഷിക്കുന്നത്. 100 കോടി രൂപ മുടക്കിയാണ് സർക്കാർ വാർഷികാഘോഷമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. 40 ദിവസം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടി തിരുവനന്തപുരത്താണ് സമാപിക്കുക. ന്യൂസ് ഡെസ്ക് 24. ഏതാണ്ട് 1 മാസക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം സാമ്പത്തിക പ്രതിസന്ധി കാലത്തെ വലിയ ധൂർത്തെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. എന്താണ് അതിന് മറുപടി സർക്കാരിനുള്ളത്? എന്താണ് ധൂർത്താരോപണത്തിലെ യാഥാർത്ഥ്യം? വിശദമായി പരിശോധിക്കാം കണക്കുകളിലൂടെ. വാർഷികാഘോഷത്തിന്റെ പ്രചാരണത്തിനായി ഏതാണ്ട് 25 കോടി 91 ലക്ഷം രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ തുക വിനിയോഗിക്കുക എന്നുകൂടി നോക്കാം. 500 പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുവാൻ ചിലവാകുന്ന തുക 15.63 കോടി രൂപയാണ്. ഹോർഡിങ്ങുകളുടെ ഡിസൈൻ ചാർജ് 10 ലക്ഷം രൂപയും 35 ഹോർഡിങ്ങുകളുടെ പീരിയോഡിക് മെയിൻ്റനൻസിന് 68 ലക്ഷം രൂപയാണ് ചിലവാകുക. ഇനി LED വോൾ, ഡിജിറ്റൽ ഡിസ്പ്ലേ അങ്ങനെ നൂതന സാങ്കേതിക വിദ്യയിലൂടെയുള്ള പരസ്യങ്ങളും പ്രചാരണവുമുണ്ട്. ഇതിനായി LED സ്ക്രീൻ ഉപയോഗിച്ച് വാഹന പ്രചാരണം ഉൾപ്പെടെ ചെലവാകുന്നത് 3.30 കോടി രൂപയും KSRTC ബസ്സിലും ഒപ്പം റെയിൽവേ ജിംഗിൾസ് പരസ്യങ്ങൾക്കുമായി 1 കോടി രൂപയും നീക്കിവെച്ചിട്ടുണ്ട്.
പ്രതിസന്ധി കാലത്ത് ഇത്രയധികം തുക ചെലവഴിച്ച് സർക്കാർ വാർഷികം ആഘോഷിക്കേണ്ടതുണ്ടോ എന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. എന്നാൽ സർക്കാരിന്റെ വിശദീകരണം കൂടി നോക്കാം. വളരെ ചെലവ് കുറച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്നാണ് സർക്കാർ പറയുന്നത്. അതിന് സർക്കാർ തട്ടിച്ചു നോക്കുന്നത്, താരതമ്യപ്പെടുത്തുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെ പരസ്യ ചെലവുമായാണ്. പ്രദർശനമേളയിൽ നിന്ന്, അതായത് ഈ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് എല്ലാ ജില്ലകളിലും ഒരു സർക്കാരിന്റെ ഒരു പ്രദർശനമേള കൂടി നടക്കുന്നുണ്ട്. വിവിധ വകുപ്പുകളിലെ സ്റ്റാളുകൾ, ഒപ്പം കുടുംബശ്രീ പോലെയുള്ള ഏജൻസികളുടെയും സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും സംഘങ്ങളുടെയും ഒക്കെ സ്റ്റാളുകളുണ്ട്. ഇവിടെ നിന്ന് ലഭിക്കുന്ന പ്രദർശനമേളയിലെ 40% കൊമേഴ്ഷ്യൽ സ്റ്റോളുകളാണ്. ഇതിലൂടെ ലഭിക്കുന്ന സാമ്പത്തിക നേട്ടം സർക്കാരിനുണ്ടാകുമെന്നും അത് ചെലവ് കാര്യമായി കുറയ്ക്കുമെന്നുമാണ് സർക്കാരിന്റെ വാദം. അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയ്ക്കായി പരമാവധി ചെലവഴിക്കുന്ന തുക വിശദീകരിക്കുന്നു. കാരണം മുഖ്യമന്ത്രിയുടെ പൗരപ്രമുഖന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ച, പൗരപ്രമുഖന്മാരെ വീണ്ടും കാണുകയാണ് മുഖ്യമന്ത്രി. മുമ്പ് നവകേരള സദസ്സിന്റെ സമയത്ത്, നവകേരള യാത്രയുടെ സമയത്ത് കണ്ടതാണ്. ഇപ്പോൾ വീണ്ടും ഒരു പൗരപ്രമുഖർ കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്ന തുക, ആരാണ് പൗരപ്രമുഖന്മാർ, എങ്ങനെയാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത്, ഒക്കെയുള്ള ചോദ്യങ്ങളും വിമർശനങ്ങളും അവിടെ നിൽക്കുമ്പോൾ തന്നെ സർക്കാർ വിശദീകരിക്കുന്നത് അതിന് പരമാവധി ചെലവഴിക്കുക 3 ലക്ഷം രൂപ എന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് അനിവാര്യമല്ലേ എന്ന ചോദ്യമാണ് ധനവകുപ്പ് മന്ത്രിയടക്കം ഉന്നയിക്കുന്നത്. ഏതായാലും വലിയ സാമ്പത്തിക പ്രതിസന്ധി എന്ന ആക്ഷേപം ഉയരുമ്പോൾ മാത്രമല്ല, സെക്രട്ടേറിയറ്റിന് മുന്നിലടക്കം ആശമാരുടെ സമരം, കഴിഞ്ഞ ദിവസം WCPO റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം, ഇങ്ങനെയുള്ള സമരങ്ങൾ നടക്കുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി സർക്കാർ ഇവരുടെ നിയമനത്തിന് അല്ലെങ്കിൽ വേതന വർധനവിനൊക്കെ നടത്തിക്കൊടുക്കാൻ പറ്റാത്തതിന് കാരണമായി ഉയർത്തുമ്പോഴാണ് ഈ ചെലവ് കണക്കുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷത്തിന്റെ വിമർശനം ഉയരുന്നത്. വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലെ സർക്കാർ വാർഷികാഘോഷത്തിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത്. പ്രതിപക്ഷം പരിപാടി പൂർണ്ണമായും ബഹിഷ്കരിച്ച സാഹചര്യത്തിൽ 1 മാസക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന പരിപാടി ധൂർത്തിനല്ലെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യത കൂടിയായി മാറുകയാണ്. ശ്രീജിത്തുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഇതിനു മുമ്പ് നമ്മൾ നവകേരള യാത്ര കണ്ടതാണ്, നവകേരള സദസ്സുകൾ കണ്ടതാണ്. ആ ഘട്ടത്തിലും ഇതേ വിമർശനം ഉയർന്നതാണ്. ഇപ്പോഴാകട്ടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വേതന വർധന ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആശാസമരം നടക്കുന്നു. അവിടെ അവർക്ക് ഒരു മാസം 3000 രൂപ അല്ലെങ്കിൽ ദിവസം ഒരു 100 രൂപ കൂടി കൂട്ടിക്കൊടുക്കാൻ സാഹചര്യമില്ല എന്ന് സർക്കാർ പറയുമ്പോഴാണ് ഇത്രയധികം തുക പ്രചാരണത്തിന് ഉപയോഗിക്കുന്നു എന്ന ആക്ഷേപം ഏറ്റുവാങ്ങുന്നത്. ഈ സർക്കാർ വികസന നേട്ടങ്ങളുടെ പ്രചാരണത്തിനൊപ്പം തന്നെ ഈ പ്രതിപക്ഷ ആരോപണങ്ങളെ പ്രതിരോധിക്കേണ്ട അവസ്ഥ കൂടി വന്നിരിക്കുകയാണ് തുടക്കത്തിൽ തന്നെ, അല്ലേ? ഗോകുൽ, തീർച്ചയായും അത്തരത്തിലൊരു അവസ്ഥയിലേക്കാണ് സർക്കാർ പോകുന്നത്. സംസ്ഥാന സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് സർക്കാർ തന്നെ പറയുന്നു. അതിന് കാരണം കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധത്തിന് തുല്യമായ നടപടികളും നയങ്ങളുമാണ് എന്നാണ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലാണ് ഏതാണ്ട് 100 കോടിയോളം രൂപ, അതായത് ഈ സർക്കാരിൻ്റെ വാർഷികാഘോഷങ്ങളുടെ ആകെ ചെലവായി കണക്കാക്കപ്പെടുന്നത് ഏതാണ്ട് 100 കോടിയോളം രൂപയാണ്. ഇതിൽ നിന്ന് ഒരു പാർട്ടി കിഫ്ബി വഹിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രദർശന വിപണന മേളകളും മറ്റു പരിപാടികളും പന്തലും ആഘോഷ പരിപാടികളും ഒക്കെയായി ഏതാണ്ട് 100 കോടിയോളം രൂപ ചെലവിടുന്നു. ഇതിൽ തന്നെ ഏതാണ്ട് 25 കോടിയിൽ പരം രൂപ പ്രചരണ ഉപാധികളുടെ വിന്യാസത്തിനും മറ്റുമായാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ ഇത്രയധികം കോടി രൂപ ചെലവഴിച്ച് ഒരു ധൂർത്തിന് സമാനമായ ആഘോഷ പരിപാടികൾ വേണമോ എന്ന ചോദ്യമാണ് സർക്കാരിന് നേരെ ഉയർന്നത്. എന്നാൽ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനുള്ള ബാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നാണ് സർക്കാരിൻ്റെ അവകാശവാദം. പ്രതിപക്ഷമാകട്ടെ ആശാസമരം പോലുള്ള നിർണായകമായ ജീവൽ സമരങ്ങളെ അവഗണിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നതും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശരി, ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. സർക്കാരിന്റെ പ്രയോറിറ്റി എന്താണ് എന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. പ്രചാരണത്തിനപ്പുറത്തേക്ക് സർക്കാരിന്റെ പ്രയോറിറ്റിയെ ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിലേക്ക് ഈ സർക്കാരിന്റെ വാർഷികാഘോഷം മാറുന്നു തുടക്കത്തിൽ തന്നെ. 123 ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. പാവങ്ങളുടെ പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിടവാങ്ങൽ, അദ്ദേഹത്തിന്റെ മരണവാർത്ത വന്ന ദിവസമാണിന്ന്. ഏറെ സങ്കടകരമായ, ലോകമാകെ മനുഷ്യ സ്നേഹികൾക്ക് മാനവികതയെ ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യരാകെ മോൺ ചെയ്യുന്ന ഒരു നിമിഷമാണിന്ന്. ഏതായാലും അദ്ദേഹത്തിൻ്റെ സംസ്കാരമടക്കമുള്ള കാര്യങ്ങളിൽ അല്പസമയത്തിനകം തന്നെ അപ്ഡേറ്റ്സ് വത്തിക്കാനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് ഇന്ത്യൻ സമയം 11 മണിയോടെയായിരുന്നു വത്തിക്കാനിലെ സാന്താ മാർത്ത വസതിയിൽ അന്ത്യം. ഇനി സംസ്കാര ചടങ്ങുകൾ, പുതിയ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള വിശദാംശങ്ങൾ ലോകമാകെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നുണ്ട്. വത്തിക്കാനിലേക്ക് വിശ്വാസികളുടെ വലിയ പ്രവാഹമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രിയപ്പെട്ട നല്ല ഇടയൻ്റെ, വലിയ ഇടയൻ്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ, സഭാപ്രതിനിധികളൊക്കെ വത്തിക്കാനിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടെ ഇന്നത്തെ 123 ന്യൂസ് പൂർണ്ണമാവുകയാണ്. ഇനി കാണാം നാം മുന്നോട്ട്.